ഇന്നലെ മഴ കൊണ്ടുവന്ന സംഭവങ്ങളാണ്. അത്ര മഴയായിരുന്നു രാത്രി. കിച്ചൺ സൗകര്യം ഉണ്ടായതുകൊണ്ട് രാവിലെ തന്നെ കുറച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യം പോകുന്നത് സൂവിലേക്കാണ്. സൂ കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മൾ താമസിച്ചിരുന്ന ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. കെൻസ് ഹോം സ്റ്റേ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. സ്ഥലത്തിൻ്റെ പേര് കറക്റ്റ് അറിയില്ല കേട്ടോ. നല്ല സ്ഥലമാണ്, സൈലൻ്റ് ഏരിയ ആണ്. പിന്നെ ടൗണിലൊക്കെ നമ്മൾ റൂം എടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്കിവിടെ താമസിക്കാൻ പറ്റും. നമ്മൾ വലിയ ഫാമിലിയൊക്കെ വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫുൾ ഹോം സ്റ്റേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഹോട്ടൽ ഹരികൃഷ്ണ. ഹോട്ടൽ ഹരികൃഷ്ണയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ മൈസൂർ സൂവിലെത്തിയിട്ടുണ്ട്. സൂവിൻ്റെ കവാടാണ് ഈ കാണുന്നത്, ഗേറ്റാണ്. അപ്പോൾ മൈസൂർ സൂ ഇപ്പുറത്താണെങ്കിലും എൻട്രൻസ് റോഡിൻ്റെ ഈ സൈഡിലാണ്. റോഡിൻ്റെ ഈ സൈഡിലാണ് എൻട്രൻസും ടിക്കറ്റ് കൗണ്ടറും എല്ലാം. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇവർ ബോട്ടിലിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് 10 രൂപ കൊടുക്കണം. വെള്ള ബോട്ടിൽ കൊണ്ടുപോകണമെങ്കിൽ ആ ബോട്ടിൽ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്യാഷ് അപ്പോൾ നമുക്ക് തിരിച്ചു തരും. സെക്യൂരിറ്റി ചെക്കാണ്. ബീഡി, സിഗരറ്റ്, പാൻ ബ്രാക്ക് ഒന്നും പാടില്ല. അതാണ് ചെക്ക് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. ഇതുവഴിയാണ് പുറത്തുനിന്ന് അകത്തേക്ക് വരിക. അകത്താണ് അതിന് ശേഷം ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. റോഡ് ക്രോസ് ചെയ്യാതിരിക്കാനായിരിക്കും അപ്പോൾ ഈ സിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. ഒരു അണ്ടർഗ്രൗണ്ട് വഴി എൻട്രൻസ്. സൂവിൻ്റെ അകത്തേക്ക് കയറാനുള്ള ടിക്കറ്റ് കൗണ്ടറാണിത്. ടിക്കറ്റ് എടുക്കുകയാണ് കേട്ടോ. വലിയ ആളുകൾക്ക് 120 റുപ്യയും അതുപോലെ തന്നെ കുട്ടികൾക്ക് 60 റുപ്യാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് മൈസൂർ സൂവിലാണ്. മൈസൂർ സൂവിൽ വന്നിട്ടുണ്ട്. നമ്മളെന്തായാലും കയറാൻ പോവാണ്. ടിക്കറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ഇത് കയറിയിട്ട് ഉള്ളിലുള്ള ആനിമൽസിനൊക്കെ കാണാം. ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ കാണാത്ത കുറെ ആനിമൽസ് ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അറിയൂല. നമുക്ക് എന്തായാലും മുമ്പ് ഏതെങ്കിലും മൃഗശാല പോയിട്ടുണ്ടോ? പോയിക്കണ്. എവിടെ? സ്കൂൾ ട്രിപ്പ് പോയപ്പോ പോയിക്കണ്. ഏതാന്ന് നമുക്ക് ഓർമ്മ. എന്തായാലും ഞാൻ പോയിക്കണ്. ഉമ്മാന്റെ കൂടെയാണ് പോയത്. ചെറുപ്പത്തില് 1-ലോ 2-ലോ. ഏകദേശം 4 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ ഇതിനകത്ത്. അത്രയും ദൂരം നമ്മൾ ഇതിനകത്ത് നടക്കേണ്ടതുണ്ട്. സൂവിനകത്ത് നമ്മൾ കയറിയ പാടനെ കാണുന്നത് കുറേ പക്ഷികളേട്ടാ. പക്ഷികൾ, നിറയെ പക്ഷികൾ, 2 സൈഡിലും പക്ഷികളെ കൂടാനുള്ളത്. അവിടെ വലിയൊരു വേഴാമ്പലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എവിടെ വേഴാമ്പല്? വലുതും അവിടെ കണ്ടില്ല. അവിടെ തിരിഞ്ഞിട്ടുണ്ട്. ആ കാണുന്ന ഭാഗം പുലികളാട്ടാ. പുലികളാണ് അതിനകത്തുള്ളത്. ഏതായാലും പോയി നോക്കാം. ഏകദേശം 5 പുലികളുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത്. ഇനി വേറെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ചീച്ചല്ലേ? കണ്ടുങ്ങള് പിന്നെ മഗ്യ അതിന്റെ വാല് നോക്കൂ, നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് പുറത്തേക്ക് 2.5 കിലോമീറ്റർ ഉണ്ട് നടക്കാൻ. എന്താണ് സിംഹം മരത്തിന്റെ മേലെ കയറിയിട്ട് പുറത്തേക്ക് നോക്കുകയാണ്. ശരിക്കും കുറച്ചുകൂടി മേലെ കയറിയാണെങ്കിൽ പുറത്ത് ചാടാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് ഗൊറില്ലൻ്റെ ഭാഗത്തേക്കാണ്. സംശയമുണ്ട് കേട്ടോ. ഒരു ഗൊറില്ലൻ്റെ ഗേറ്റ് പോലെയൊക്കെ കാണുന്നുണ്ട്. ഗൊറില്ലകളാണ്. 2 ഗൊറില്ല ഇപ്പം ഇതിനകത്തുണ്ട്. ഇനി വേറെ ഗൊറില്ല ഉണ്ടോയെന്ന് അറിയില്ല. എവിടെയെങ്കിലൊക്കെ
മറവിൽ പോയി കിടന്നുറങ്ങുന്നുണ്ടാവും. അതിൽ അവർക്ക് കയറാനും ചാടാനും അറിയാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാട് നടന്നപ്പോൾ ഞങ്ങൾ ഏതായാലും മരങ്ങളുള്ളത് കാരണം നല്ല തണുപ്പാണ് ഇവിടെ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല, എത്ര നടക്കാൻ കഴിയും. 2-3 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഗൊറിലേനെ കണ്ട് 2-3 കൂട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരേ ഇനത്തിൽപ്പെട്ട തന്നെയാണോ അതോ വ്യത്യസ്ത ഇനത്തിൽപ്പെട്ടതാണോ എന്ന് അറിയുന്നില്ല, നമുക്കറിയില്ലല്ലോ. കാഴ്ചയിൽ നമുക്കൊക്കെ ഒരേപോലെ തന്നെ തോന്നുന്നത്. ഇല്ലോ പൊന്നോ കണ്ടോക്ക, രണ്ടാൾ കൂടി കഥ പറഞ്ഞിരിക്കണ്. കണ്ടോക്ക എന്തോ കഥ പറയാണ്. അതേ വഴിയിലാണ് നടന്നു വരുന്നത്, നടന്നു പോയ വഴിയിൽ. ചീറ്റപ്പുലിയാണ്, കാണുമ്പോൾ തന്നെ കണ്ടില്ലേ എന്ത് സ്ട്രോങ് ആണെന്നറിയോ. ആകെ ക്ഷീണിച്ച് ആവശ്യമായിട്ടിരിക്കുകയാണ്. 2 കിലോമീറ്റർ ഇനിയുണ്ട് നടക്കാൻ. ഇനി ഇവിടുന്ന് പുറത്തേക്ക് 1.8 കിലോമീറ്റർ ഉണ്ട്. മിക്ക സ്ഥലങ്ങളിലും അടുത്തടുത്തായിട്ട് തന്നെ ബാത്റൂം സൗകര്യമുണ്ട്, കുടിക്കാനുള്ള വെള്ളവും കിട്ടും കേട്ടോ. ഇത്ര ഇലക്ട്രിക് വാഹനങ്ങളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ചുറ്റിക്കറങ്ങാൻ പറ്റും. ഒരാൾക്ക് 250 രൂപയാണ് ചാർജ് പറയണത്. നടന്ന് ക്ഷീണിച്ച് ഐസ്ക്രീം തിന്നാണ്. ഇപ്പം നമ്മൾ പാമ്പാള ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇനി കുറച്ചങ്ങോട്ട് പാമ്പുകളായിരിക്കും ഉണ്ടാവുക. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പാമ്പുകളുണ്ട് കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ ചില കൂടുകളിലൊക്കെ, എവിടെയെങ്കിലുമൊക്കെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടാവുക. നടന്ന് ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം 900 മീറ്ററും കൂടി ഉണ്ട് പുറത്തേക്ക് കടക്കാൻ. ഹിപ്പോപ്പൊട്ടാമസ് ആണ്, 2 എണ്ണം ഉണ്ട്, 2 സൈഡിലായിട്ടാണ്. ലാസ്റ്റായിട്ടുള്ളത് ജിറാഫിൻ്റെ ഈ ഒരു ഭാഗമാണ് കേട്ടോ. ജിറാഫിൻ്റെ ഭാഗത്തോട് കൂടിയിട്ട് ഇത് എക്സിറ്റ് ആവുകയാണ്. കുറേ എണ്ണം ഉണ്ട് കേട്ടോ ജിറാഫ്, അത്യാവശ്യം ജിറാഫ് ഉണ്ട്. ഏതായാലും തുടക്കം പക്ഷികളാണ്, ഈ സൂവിൻ്റെ അവസാനം ജിറാഫാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് മറ്റേ കാറിൻ്റെ മ്യൂസിയത്തിലാണ്. ഇപ്പം നമ്മളാണ്ട് കയറാൻ പോവാണ്. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ഫസ്റ്റ് അതിന് ഇങ്ങോട്ടാണ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഇപ്പം ടൈം എത്രയായി? ഇപ്പം ടൈം 5 മണിയായി. അപ്പം 5 മണി ആയിട്ടുണ്ട്. നമ്മൾ 5 മണിക്ക് വന്നിട്ടത് ഈ മ്യൂസിയത്തേക്കാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്ന് കരുതി. ഇന്ന് സൂ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. 9 മണിക്ക് കാർഡ് അടക്കും, അതിൻ്റെ ഉള്ളിൽ കുറച്ച് പർച്ചേസിങ്ങും ചെയ്യാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ലേറ്റ് ആവും, അത് കാരണം പെട്ടെന്ന് പോകാൻ തീരുമാനിച്ച്. ഇതിനകത്ത് വ്യത്യസ്തമായ കാറുകളുടെ ശേഖരണമാണല്ലോ, പണ്ട് കാലം മുതലുള്ള കാറുകളുടെ. പക്ഷേ സമയക്കുറവ് കാരണം കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും അതിൻ്റെ പുറം ഭാഗമൊക്കെ അടിപൊളിയാണ്, സൂപ്പറാണ്. ശരിക്കും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്.
ഇതാണ് എത്തി ഫാമിലി ഉണ്ട് ട്ടാ ഒന്നൊരു വൃത്തിയില്ലാത്താണ്. ഇന്നലെ വരുമ്പോൾ ഒരൊറ്റ മൃഗങ്ങളെയും കാണാൻ പറ്റിയില്ല. പക്ഷെ ഇന്ന് നല്ല മൃഗങ്ങളെ കണ്ട്, കാട്ടുപോത്ത് കണ്ട്, ആനനെ കണ്ട്, മുള്ളമ്പന്നിനെ കണ്ട്. ഏതായാലും ഞങ്ങൾ വന്നത് മുത്തങ്ങ കാട് വഴിയാണ്, തിരിച്ച് പോണത് ബന്ദിപ്പൂർ കാട് വഴിയാണ്.